ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പൊ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടന്റെ സിനിമ പവി കെയർ ടേക്കർ ഞാൻ പടം ഇന്നലെ കണ്ടു. പടം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ബോഡി ഗാർഡ് പോലത്തെ ഒരു സിനിമയാണ്. ഏകദേശം സ്റ്റോറിയൊക്കെ അതുപോലെ തന്നെയാണ്. അതിൽ ദിലീപ് ഏട്ടൻ ആരാണ് നായിക എന്നറിയാതെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ കത്ത് എഴുതിയിട്ട് ആരാണ് നായിക എന്നറിയാത്തതുപോലെ അങ്ങനെയാണ് ഇതിന്റെ കഥ പോകുന്നത്. എന്നാൽ ഇതിൽ കുറെ നർമ്മമൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബോഡി ഗാർഡിന് കുറച്ചുകൂടെ കോമഡി ഇതിൽ നല്ലപോലെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അവർക്ക് നല്ലപോലെ പറ്റിയിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം തന്നെ സസ്പെൻസ് അവർ പൊളിക്കും. ആരാണ് ആ ഫോൺ ചെയ്യുന്നതെന്നൊക്കെ അറിയിച്ചു തരും. ഇതില് സസ്പെൻസ് നല്ലപോലെ അവർ എന്താ പറയാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവസാനം വരെ ഒരു ക്ലൂ കിട്ടില്ല ആരാണ് ഇതിൽ ശരിക്കും ദിലീപേട്ടൻ ഈ കത്ത് എഴുതി വെക്കുന്നതൊക്കെ. അപ്പൊ പടം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു പടമായിട്ട് തോന്നി. ചിലപ്പോൾ ആൾക്കാർ കണ്ടവർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. ചിലർ പറയാം ഇത് ക്രിഞ്ച് അല്ലേ, ഇതൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ മലയാള സിനിമ എത്ര ടോപ്പിൽ നിൽക്കും, ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വിലയിരുത്തുന്നൊക്കെ ചോദിക്കാം. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറയുന്നത് ഇതൊരു ഫാമിലി പടമാണ്. എന്റെ പോലുള്ള ഒരു ഏജിലുള്ള ഒരുത്തന് പ്രേമലു ഭയങ്കര ക്ലിക്കാവും. ഇപ്പൊ ന്യൂജൻ ആയിട്ടുള്ള പിള്ളേർക്ക് പ്രേമലു ഭയങ്കര ക്ലിക്കാവും. പക്ഷെ ഒരു 35-40 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പ്രേമലു അത്ര കറക്റ്റ് ആവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ കത്ത് ചെയ്തിട്ടുള്ള പ്രേമവും അതിൽ വരുന്ന ദിലീപേട്ടന്റെ ഈ നർമ്മരംഗങ്ങളൊക്കെ പെട്ടെന്ന് നല്ലപോലെ ക്ലിക്കാവും. അത് ഞാൻ തിയേറ്ററിൽ ഇന്നലെ നല്ലപോലെ മനസ്സിലാക്കി. കാരണം ദിലീപേട്ടൻ കരയുമ്പോൾ തിയേറ്റർ സൈലന്റ് ആവുന്നുണ്ട്. ദിലീപേട്ടൻ കോമഡി എന്ന് പറഞ്ഞാൽ പഴയതുപോലെ തന്നെ ഈ തട്ടിയിട്ട് വീഴുക, കോപ്രായം കാണിക്കുക, ഇങ്ങനെയൊക്കെ തന്നെയാണ് പഴയ ക്ലീശ കോമഡികൾ തന്നെയാണ്. പക്ഷെ അത് കാണിക്കുമ്പോൾ തിയേറ്റർ മൊത്തം ചിരിക്കുന്നുണ്ട്. അപ്പോ അവിടെയാണ് ജനപ്രിയ നായകനെന്ന ദിലീപേട്ടന്റെ വിജയം. എന്തായാലും ഒട്ടും മോശമല്ലാത്ത രീതിക്ക് അവർ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും നമുക്ക് കുറച്ചിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിട്ട് ഇടയിൽ കുറച്ച് നല്ല കോമഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ക്ലീഷ് ആയിട്ട് തോന്നാം, എന്നാലും കുറച്ച് നല്ല കോമഡീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാം. ഒരു ഇന്റർവെല്ലിന് മുമ്പായിട്ട് ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ഫ്ലാറ്റിന് മേലെ പോയിട്ട് ഒരു തന്റെ ജീവിതത്തിന്റെ അവസ്ഥയൊക്കെ പറയുന്നത് ഞാൻ എന്റെ കണ്ണിൽ നമുക്ക് അറിയാതെ ഒരു തുള്ളി വെള്ളമൊക്കെ വന്നു കേട്ടോ. അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്റർവെല്ലായി. പിന്നെ കുറച്ച് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ പോയി അവസാനം എത്തുമ്പോൾ കുറച്ച് ഇമോഷണലും കുറച്ച് നല്ലപോലെ കോമഡിയും ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ ദിലീപേട്ടൻ അങ്ങനെ എന്താ പറയാ ഒരു വൺ മാൻ ഷോ ആണ്. കൂടുള്ളവർക്കൊന്നും അധികം അങ്ങനെ അഭിനയിച്ച് തകർക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. ദിലീപേട്ടന് വൺ മാൻ ഷോ ആണ്, മനുഷ്യന്മാരില്ല കേട്ടോ. പക്ഷെ ഇതിലൊരു വ്യക്തിയുണ്ട്, ഒരു നായ്ക്കുട്ടിയുണ്ട് ദിലീപേട്ടന്റെ ബ്രോ. അവാർഡ് മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉള്ളതാണ്. ഈ പുള്ളിക്കാരൻ്റെ ഒരു നാഷണൽ അവാർഡ് ഈ പടത്തിൽ കിട്ടതാണ്. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഡോഗ് ട്രെയിൻ ചെയ്ത ആൾക്ക് ഒരു അവാർഡ് കൊടുക്കണം. കാരണം അത്ര നന്നായിട്ട് ആ നായ്ക്കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീൻസ്, ദിലീപും എസ്പെഷ്യലി ആ നായ്ക്കുട്ടിയോടുള്ള കോമ്പിനേഷൻ സീൻസ് ക്ലൈമാക്സിലൊക്കെ കരഞ്ഞു പോകും, ഉറപ്പായി കരഞ്ഞു പോകും. എന്റെ ഭാര്യക്ക് അപ്പുറത്തൊന്നും തേങ്ങി കരഞ്ഞു. ഞാൻ ഏതാ പട്ടി പോകുന്ന സൗണ്ട് വന്ന് നോക്കണം, എന്റെ ഭാര്യ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്ര സൂപ്പർ ആയിട്ടായിരുന്നു ആ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉഗ്രനായിരുന്നു. ഈ പടം മൊത്തം നല്ലതാണോ, പടത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ ചോദിച്ചാൽ അതെ, ഈ നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ ഒരു സ്റ്റോറിയിൽ അതിൽ അവിടെ ചെറുതായിട്ട് കുറെ മിസ്സൊക്കെ ഉണ്ട്. നമ്മൾക്ക് എല്ലാ കോമഡി രംഗമൊന്നും നമ്മൾക്ക് ഇപ്പോ എന്താ പറയാ അങ്ങനെ ആർത്തുല്ലസിച്ച് ചിരിക്കാൻ പറ്റുന്ന എല്ലാ കോമഡി രംഗമൊന്നുമില്ല. കുറച്ച് കുറ്റവും കുറവൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. എന്നാലും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് സന്തോഷത്തോടെ കണ്ട് രസിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇതിൽ ഇനി മ്യൂസിക് ചെയ്ത മിഥുൻ മുകുന്ദൻ, പുള്ളിക്കാരൻ നല്ലൊരു മ്യൂസിക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സോങ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പക്ഷെ സോങ്സ് ഒന്ന് രണ്ടിടത്ത് മിസ്പ്ലേസ്ഡ് ആയ പോലെ തോന്നി. ആ സോങ്സ് കാരണം കുറച്ച് ലാഗ് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി. ആൻഡ് ദെൻ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി DOP ടീം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് സമീർദാറിന്റെ അനിയനാണ് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല വൃത്തികരം ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ നല്ല സൂപ്പറായി കളിച്ചിട്ട് എസ്പെഷ്യലി കൊച്ചിയുടെ ഭംഗി അത് സൂപ്പറായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവധിക്കാലത്ത് തിയേറ്ററിൽ പോയി ഫാമിലിയോടെ കണ്ട്, കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഫാമിലിയോടെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പവി കെയർ ടേക്കർ. എല്ലാവരും ഫാമിലിയോടെ പോയി കാണുക, കണ്ട് സന്തോഷിച്ച് എൻജോയ് ചെയ്ത് വരിക. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.